ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 2025 ജാനുവരിയിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. ഓക്കെ, 2024 ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് ആലപ്പുഴയിൽ പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികൾ. 2024 ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് ആലപ്പുഴയിൽ പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികൾ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം? കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം? കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം? കേരളം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ് ഡോർഫെറി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം? തളിപ്പറമ്പ്. ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി? ഫ്ലൈ 91. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി? ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം? കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം? കേരളം. ഇപ്പോൾ ടി വിയിലൊക്കെ ന്യൂസിൽ എപ്പോഴും കേൾക്കാൻ പറ്റും, കേരളത്തിലെ പല ജില്ലകളിലും ആനയും പുലിയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിതങ്ങ് ഓർത്താൽ മതി. ഓക്കെ. ജല അഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി? പെരിയാറ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. അതും കൂടെ ഓർത്ത് വെച്ചോണേ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം? കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം? കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത്? കല്ലേറ്റുംകര, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി? പൊൻവാക്ക്. ശൈശവ വിവാഹം തടയൽ പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി? പൊൻവാക്ക്. ശൈശവ വിവാഹം തടയൽ പൊൻവാക്ക്. ഇതോർത്ത് വയ്ക്കാനൊരു ക്ലൂ പറഞ്ഞുതരാം. നമ്മൾ വിവാഹത്തിന് പൊന്നു കൊടുക്കുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് ഓർത്താൽ മതി. ശൈശവ വിവാഹം തടയാൻ പൊൻവാക്ക്. ഓക്കെ. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടി? ജാത്തിരെ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല? വയനാട്. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകൻ KR ഉണ്ണികൃഷ്ണൻ നായർ. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ? KG ജയൻ. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ? KG ജയൻ. മനോജ് കെ ജയൻ്റെ അച്ഛനാണ് KG ജയൻ കേട്ടോ. സിനിമാ നടൻ മനോജ് കെ ജയൻ്റെ അച്ഛനാണ് ഈ KG ജയൻ. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി? KFON, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി? KFON, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. KFON, ഇൻ്റർനെറ്റ് എ ബേസിക് റൈറ്റ്. കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി? കേരള ഹൈക്കോടതി. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ?
ഉദയ് ഡബിൾ ഡക്കർ ട്രെയിന് പരീക്ഷണ ഓട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിന് ഉദയ് ഡബിൾ ഡക്കർ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നെമാസ്പിസ് വാൻഗോഗി ഏതു ഇനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലി. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ കേരള വർക്കല 29-31 മാർച്ച് 2024. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏത്? ശെന്തുരുണി. 2ാം സ്ഥാനം സൈലന്റ് വാലി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏത്? ശെന്തുരുണി. 2ാം സ്ഥാനം സൈലന്റ് വാലി. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഫോർബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. മലയാളികളിൽ 1ാമത് MA യൂസഫലി. ഫോർബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. മലയാളികളിൽ 1ാമത് MA യൂസഫലി. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് INTRV01. IN ഇന്ത്യ, TRV തിരുവനന്തപുരം ജില്ല. ആദ്യം ലഭിച്ചിരുന്ന കോഡ് ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് INNYY1 എന്നതായിരുന്നു. ശംഖുമുഖം കടൽത്തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ. ഒലീവ് റിഡ്ലി കടലാമ. ശംഖുമുഖം കടൽത്തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഒലീവ് റിഡ്ലി കടലാമ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞം മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു സമം. ഞാറ്റേല ശ്രീധരൻ്റെ ദ്രാവിഡ ഭാഷാ പരിചയത്തിൻ്റെ ഓൺലൈൻ രൂപമാണിത്. അപ്പം ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടുവാണ് സമം. ഫോർബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീണ ബാങ്ക്. ഇന്ത്യയിലെ 18ാമത്തെ മികച്ച ബാങ്ക് കൂടിയാണ്. ഓക്കെ. ഫോർബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ 18ാമത്തെ മികച്ച ബാങ്ക്. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടത്തുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന. ഓപ്പറേഷൻ പാം ട്രീ. ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പി സ്വാമി പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം, നാട്ടകം, കോട്ടയം.
അടുത്തിടെ ഹാബ്രോ സിസ്റ്റം, സഹ്യാദ്രി, ഇരുരാ ശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.